തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരസ്യപ്രഖ്യാപനത്തെ പിന്തുണച്ച മുഖ്യമന്ത്രിമാർ. ഉത്തർപ്രദേശ്, ഡൽഹി, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് പ്രധാനമന്ത്രി ഇന്നലെ രാഷ്ട്രത്തോട് നടത്തിയ അഭിസംബോധനയെ പിന്തുണച്ച രംഗത്ത് വന്നത്. ആണവായുധത്തിന്റെ പേര് പറഞ്ഞ ഭാരതത്തെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ടെന്നും വെള്ളവും ചോരയും ഒരേ സമയം ഒഴുകില്ല എന്നുമായിരുന്നു പാകിസ്ഥാന് ഇന്നലെ പ്രധാനമന്ത്രി നൽകിയ മുന്നറിയിപ്പ്. പാകിസ്ഥാനുമായി ഇനി ചർച്ച തീവ്രവാദം, പാക് അധിനിവേശ കാശ്മീർ എന്നീ വിഷയങ്ങളിൽ മാത്രമാണെന്നും നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. ഭീകരവാദത്തിനെതിരായ ഭാരത നിലപാടിന്റെ ശരിയായ പ്രഖ്യാപനമെന്നാണ് ഇതിനെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു സൈനിക നടപടി മാത്രമല്ല, പകരം നമ്മുടെ സഹോദരിമാരുടെയും പുത്രിമാരുടെയും സുരക്ഷയും ഇതിന്റെ ലക്ഷ്യമാണ്. അവരുടെ കണ്ണീരൊപ്പാനും ഇതിന് കഴിയുമെന്നും യോഗി എക്സിൽ കുറിച്ചു. രാജ്യത്തെവിടെയെങ്കിലും തീവ്രവാദ പ്രവർത്തനം കണ്ടാൽ അത് രാഷ്ട്രത്തിനെതിരായ യുദ്ധമായി കണക്കാക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നൽകിയതെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ചൂണ്ടിക്കാട്ടി. टेरर और टॉक्स एक साथ नहीं हो सकते, ये प्रधानमंत्री जी ने कहा है. और बातचीत होगी तो पीओके पर, पाक ऑक्युपाइड कश्मीर पर ही बातचीत होगी, ये भी मोदी जी ने स्पष्ट किया है. प्रधानमंत्री जी ने एक और बहुत महत्वपूर्ण बात कही है, ये युद्ध का समय नहीं है, लेकिन ये टेररिज्म का भी समय नहीं है. तो एक बहुत स्पष्ट संदेश और संकेत प्रधानमंत्री जी ने दिया है. ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിലുള്ള ഭാരത നിലപാടിന്റെ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയതെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും ട്വീറ്റ് ചെയ്തു. ഇതിനു പിന്നാലെ കൂടുതൽ മുഖ്യമന്ത്രിമാർ പാകിസ്ഥാനെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.